ഉപ്പിലിട്ട ഐറ്റംസിനോടുള്ള ഇഷ്ടം അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, ഇതുവരെ കുറഞ്ഞിട്ടുമില്ല. കുഞ്ഞുനാളിൽ സ്കൂളിൻ്റെ അടുത്ത് ഉപ്പിലിട്ട ഐറ്റംസുമായിട്ട് ഒരു അമ്മൂമ്മ വരുമായിരുന്നു. ഹൈജീനിക് ഇഷ്യൂസ് പറഞ്ഞ് അതൊന്നും വാങ്ങരുതെന്ന് വീട്ടിൽ നിന്ന് പറയുമായിരുന്നെങ്കിലും വാങ്ങിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അത്രയ്ക്ക് ടെംപ്റ്റിംഗ് ആയിരുന്നു അത്. എസ്പെഷ്യലി ആ ചുമന്ന് തുടുത്ത ചീമ്പനെല്ലിക്ക, ലവലോലിക്ക എന്നും അതിന് പേരുണ്ടെന്ന് തോന്നുന്നു. അതായിരുന്നു എൻ്റെ ഫേവറേറ്റ്. ചീമ്പനെല്ലിക്കൊക്കെ കണ്ട കാലം മറന്നു. എന്നാലും കിട്ടുന്ന ഐറ്റംസൊക്കെ വെച്ച് ഞാൻ എപ്പോഴും ഉപ്പിലിട്ട് വെക്കാറുണ്ട്. മാറി മാറി കുറേശ്ശെ കഴിക്കാമല്ലോ. നല്ല ബാക്ടീരിയകളുടെ കലവറയായതുകൊണ്ട് ഇന്നേവന്മാർ താരങ്ങളുമാണല്ലോ. ഗട്ട് ഹെൽത്തിന് ഏറെ ഗുണം ചെയ്യുന്ന പ്രോബയോട്ടിക് കാറ്റഗറിയിൽ വരുന്നതുകൊണ്ട് ഡയറ്റിൽ മിതമായ രീതിയിൽ ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാറുമുണ്ട്. ഉണ്ടാക്കുന്ന പ്രോസസ്സ് ഇത്രയും സിമ്പിൾ ആയതുകൊണ്ടും നമുക്ക് നല്ല ഇഷ്ടമായതുകൊണ്ടും ഗുണമുള്ളതുകൊണ്ടും എപ്പോഴും ഏതെങ്കിലും ഒരു ഉപ്പിലിട്ട ഐറ്റം എൻ്റെ ഫ്രിഡ്ജിൽ ഉണ്ടാവാതെ ഇരിക്കില്ല. തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ഉപ്പുകലിട്ട് ആ വെള്ളം ഈ കട്ട് ഐറ്റംസിൽ ഒഴിച്ചു വെച്ചാൽ മാത്രം പോരെ, 3-4 ദിവസത്തിനകത്ത് ഐറ്റംസ് റെഡി ആവുകയും ചെയ്യും. നാരങ്ങ മാത്രം ഉപ്പ് കല്ലിട്ടാണ് വെക്കുന്നത്. അത് മാത്രം കുറച്ചും കൂടെ സമയമെടുക്കും, കയ്പ്പ് മാറി ഒന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട്.